പക്ഷി കാട്ടിലെ തന്നെ ബുദ്ധിമതിയായ പക്ഷിയായിരുന്നു. ഒരിക്കൽ എല്ലാ പക്ഷികളും കുളത്തിലേക്ക് വെള്ളം കുടിക്കാനായി പോവുകയായിരുന്നു. പെട്ടെന്ന് പ്രാവ് തറയിലൊരു പേരയ്ക്ക കിടക്കുന്നത് കണ്ടു. അവിടെ നോക്ക്, എന്റെ ഫേവറേറ്റ് പേരയ്ക്ക കിടക്കുന്നു. സോനി ചേട്ടാ, താഴേക്ക് പോകണ്ട. നമ്മുടെ അടുത്ത് പേരയ്ക്കയുടെ ഒറ്റ മരം പോലുമില്ല. പക്ഷേ ഈ പേരയ്ക്ക ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? എനിക്കിതിൽ എന്തോ സംശയം വരുന്നുണ്ടല്ലോ. അയ്യോ, ഇത് ഏതെങ്കിലും മൃഗം ഇട്ടിട്ട് പോയതായിരിക്കുമെന്നേ. ഇങ്ങനെ പറഞ്ഞ് സോനുപ്രാവ് താഴേക്ക് വന്നു. അവനതിൽ കൊത്താനായി പോവുകയായിരുന്നു. പെട്ടെന്ന് തറയിൽ നിന്നും ഒരു വല വന്ന് അതിൽ പ്രാവ് അകപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് മരത്തിലൊളിച്ചിരുന്ന മണ്ടു വേട്ടക്കാരൻ വെളിയിൽ വന്നു. കൊള്ളാമല്ലോ, അവസാനം ഞാൻ നിന്നെ പിടികൂടി സോനുപ്രാവേ. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സോനു ചേട്ടനെ മണ്ടു വേട്ടക്കാരൻ കൊണ്ടുപോകും. നീലു പക്ഷി അവിടെയും ഇവിടെയും നോക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ ഒരു മരം കണ്ടു. അതിൽ വലിയ വലിയ ഇലകളുണ്ടായിരുന്നു. ആ ഇലകളിൽ നിന്നും പച്ച നിറത്തിലുള്ള ദ്രാവകം താഴെ തറയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. വേട്ടക്കാരൻ സോനുപ്രാവിനെയും കൊണ്ടുപോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും നീലു ആ പച്ചയില പറിച്ച് അത് വേട്ടക്കാരന്റെ തലയ്ക്ക് മുകളിൽ പിടിച്ച് നേരെ നിന്നു. മണ്ടു വേട്ടക്കാരാ, നേരെ മുകളിലേക്ക് നോക്ക്. നീലുപക്ഷി, നീ ചാവാൻ പോവുകയാണോ? അവൻ എപ്പോൾ മുകളിലേക്ക് നോക്കിയോ, ആ ഇലയുടെ പച്ച ദ്രാവകം അവന്റെ കണ്ണുകളിലേക്ക് വീണു. ആ ഇലയിൽ നിന്നും വീഴുന്ന ലിക്വിഡ് വീണാൽ, അത് കണ്ണിൽ വീണാൽ കണ്ണിന്റെ പ്രവർത്തനം തന്നെ നഷ്ടപ്പെടും. മണ്ടുവേട്ടക്കാരൻ തന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് ഓടി ഓടി കുളത്തിലേക്ക് പോയി തന്റെ കണ്ണുകൾ കഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും നീലുപക്ഷി എല്ലാ പക്ഷികളെയും വിളിച്ചുകൂട്ടി പ്രാവിനെ മോചിപ്പിക്കുകയും ചെയ്തു. നീലുപക്ഷി, നിനക്ക് ഒരുപാട് നന്ദി. വേട്ടക്കാരൻ അപ്പോഴേക്കും കണ്ണുകൾ കഴുകിയിരുന്നു. അതിനുള്ളിൽ എല്ലാ പക്ഷികളും അവിടെ നിന്നും പറന്നുപോയി. ഈ നീലുപക്ഷിയെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബോലച്ചേട്ടൻ എന്റെ കൂടെയുണ്ടെങ്കിൽ ചേട്ടൻ ഈ നീലുപക്ഷിയെ വേഗത്തിൽ പിടികൂടും. മണ്ടുവേട്ടക്കാരൻ തന്റെ കുടിലിലേക്ക് തിരിച്ചു വന്നു. അവിടെ തന്റെ ഇരട്ട സഹോദരൻ ബോലാവേട്ടക്കാരൻ തന്റെ കുഞ്ഞിനെ നോക്കുകയായിരുന്നു. കുഞ്ഞിനോടൊപ്പം കളിക്കുകയായിരുന്നു. എന്റെ മുന്നേ നീ ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. അത് കണ്ടപ്പോൾ മണ്ടുവേട്ടക്കാരന്റെ മുഖത്ത് പുഞ്ചിരി വന്നു. രാവിലെ ആയപ്പോൾ മുന്ന കരയുന്ന ശബ്ദം കേട്ട് ബോല കണ്ണു തുറന്നു നോക്കി. അയ്യോ, എന്തു പറ്റി എന്റെ മുന്നയ്ക്ക്? അവൻ മുന്നയുടെ നെറ്റിയിൽ കൈവച്ചു. അയ്യോ, മുന്നയ്ക്ക് ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ അസുഖം വന്നു? ചേട്ടാ, ഇവന് ബെഡ് ഫയർ വന്നതാ. ഇതെങ്ങനെ വരുമെന്നാൽ ഏതെങ്കിലും പക്ഷിയുടെ ചുണ്ടുകൊണ്ട് കൊത്തുമ്പോഴാണ് വരുന്നത്. നീ എന്തായി പറയുന്നത്? ഇവനെ ഇപ്പോൾ ഏത് പക്ഷി വന്ന് കൊത്താനാ? ഇന്നലെ രാത്രി ഞാൻ നീലുപക്ഷി മുന്നയുടെ അടുത്തിരിക്കുന്നത് കണ്ടായിരുന്നു. ഇത് അവളുടെ പണിയാ. ഞാൻ ആ പക്ഷികളെ കണ്ടിട്ടാണ് വേട്ടയാടുന്നത് തന്നെ നിർത്തിയത്. ഇന്ന് അവറ്റകൾ എന്റെ മോന് അസുഖം വരുത്തി. നീ കണ്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്? യെസ്, ഇനിയാണ് കളിയിരിക്കുന്നത്. സോനുപ്രാവും അവന്റെ ഭാര്യ പ്രാവും അവരുടെ കൂട്ടിലേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് ഒരു വല അവരുടെ മുകളിൽ വന്നു വീണു. അങ്ങനെ രണ്ടുപേരും കൂടുസഹിതം അതിൽ അകപ്പെട്ടു. അയ്യോ, ഈ വല ഇത് എവിടുന്ന് പെട്ടെന്ന് വന്നു? കുറച്ചു നേരത്തിനുള്ളിൽ രാപ്പാടിക്കും മക്കൾക്കും ഇതുപോലെ തന്നെ സംഭവിച്ചു. അവരും കൂട്ടിൽ വന്നിരുന്നപ്പോൾ വല സഹിതം അകപ്പെട്ടു. അങ്ങനെ കാട്ടിലെ ഓരോ പക്ഷികളും ഓരോരുത്തരായി വലയിൽ അകപ്പെടാൻ തുടങ്ങി. ഇതിന്റെ പുറകിൽ ആരാണെന്ന് ആർക്കും തന്നെ മനസ്സിലായതേയില്ല. നീലുപക്ഷി തന്റെ കൂട്ടുകാരിയെ കാണാൻ അടുത്തുള്ള കാട്ടിലേക്ക് പോയിരുന്നു. അവൾ കാട്ടിലേക്ക് വന്നപ്പോൾ അവൾ എല്ലാ പക്ഷികളും വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അയ്യോ, നിങ്ങളെങ്ങനെ വലയിൽ അകപ്പെട്ടു? പെട്ടെന്ന് മണ്ടുവും ബോലവേട്ടക്കാരനും അടുത്തേക്ക് വന്നു. ഇവരെയെല്ലാം വലയിലാക്കിയത് ഞാനാണ് നീലു. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ബോലച്ചേട്ടാ? നിങ്ങൾ നല്ലവനായിരുന്നല്ലോ. അതെ, ഞാൻ നല്ലവൻ തന്നെയാണ്. എന്നാൽ നീ എന്റെ മുന്നേ ചുണ്ടുകൊണ്ട് കുത്തി അവന്റെ ആരോഗ്യം നശിപ്പിച്ചു. അതിനുള്ള പ്രതികാരമാണിതൊക്കെ. അവന്റെ പിന്നിൽ നിന്ന് മണ്ടു ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീലുവിന് മനസ്സിലായി ഇതെല്ലാം അയാളുടെ പദ്ധതിയാണെന്ന്.
ബോലച്ചേട്ടാ, നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നെ മുന്നയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അവന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചതെന്ന്. അങ്ങനെ ബോല വേട്ടക്കാരന്റെ കൂടെ നീലുപക്ഷി കുടിലിലേക്ക് പോയി. അവൾ കണ്ടു ആ കുട്ടി നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. കുഞ്ഞിന്റെ നെറ്റിയും അപ്പോൾ നന്നായി വെളുത്തിരുന്നു. ബോലച്ചേട്ടാ, നിങ്ങൾ വേഗം എന്റെ കൂടെ വാ. എനിക്കറിയാം ഏത് ഔഷധം കൊടുത്ത് ശരിയാക്കണമെന്ന്. നീലു വേട്ടക്കാരനെയും വിളിച്ച് ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ ഒരുപാട് പൂക്കളും ഉണ്ടായിരുന്നു. ബോലച്ചേട്ടാ, ഈ പൂവ് പറിച്ചോളൂ. ബോല പൂവ് പറിച്ചു. രണ്ടുപേരും തിരിച്ച് കുടിലിലേക്കും പോയി. ഈ പൂവ് മുന്നയോട് മണത്തു നോക്കാൻ പറയൂ. ബോല ആ പൂവ് മുന്നയുടെ അടുത്തേക്ക് വെച്ചു. എപ്പോൾ പൂവിന്റെ മണം മുന്നയുടെ മൂക്കിലേക്ക് പോയോ, പെട്ടെന്ന് തന്നെ അവന്റെ വെളുത്ത നെറ്റി ശരിയായി. അവൻ ചിരിക്കാനും തുടങ്ങി. അയ്യോ, മുന്നേ ചിരിക്കുന്നല്ലോ. ബോല അവന്റെ നെറ്റിയിൽ കൈവച്ചു. അവനിപ്പോൾ അസുഖവുമില്ല. ഒരുപാട് നന്ദി നീലു. എന്നാൽ പറയൂ, സത്യത്തിൽ നീയല്ലേ മുന്നയുടെ ആരോഗ്യം കളഞ്ഞത്? ബോലച്ചേട്ടാ, ഞാൻ എല്ലാം നിങ്ങളോട് പറയാം. കാടിന്റെ വടക്കു ഭാഗത്തായി ഒരു പൂന്തോട്ടത്തിൽ വെള്ളപ്പൂവുണ്ടാകും. ആ പൂവ് പറിച്ചതിന് ശേഷം ഒരു ദിവസം വെയിലത്ത് വെക്കണം. അപ്പോൾ അത് വാടും. പിന്നെ അത് പൊടിച്ച് അതിന്റെ പൗഡർ എടുക്കണം. അത് പിന്നെ നെറ്റിയിൽ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ശക്തി കാരണം ഏത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും അസുഖമുണ്ടാകും. അവരുടെ നെറ്റിയും വെളുത്ത നിറത്തിലാകും. എനിക്ക് ഇത് മുന്നയുടെ നെറ്റി കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു. ഇവന്റെ നെറ്റിയിൽ ആരോ ആ പൂവ് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു ഈ വെള്ളപ്പൂവ് കൊണ്ടുള്ള അസുഖം മഞ്ഞപ്പൂവ് ശ്വസിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന്. അപ്പോൾ മുന്നയുടെ നെറ്റിയിൽ ആരാണ് ആ പൗഡർ തേച്ചത്? ആ പൂവ് പൊടിച്ചു കഴിഞ്ഞാൽ കുറച്ചു ദിവസത്തേക്കിന് ആ പൊടിച്ച ആളുടെ കൈയും വെളുത്തിരിക്കും. താങ്കൾ മണ്ടുവിന്റെ കൈയൊന്ന് ചെക്ക് ചെയ്യൂ. മണ്ടു, നീ നിന്റെ കൈ കാണിക്കേ. ചേട്ടാ, ഇവൾ കള്ളം പറയുന്നതാ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ബോല അവന്റെ കൈ പിടിച്ച് നന്നായി നോക്കി. അപ്പോൾ അവന്റെ കൈ വെളുത്തിരുന്നു. മണ്ടു, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ചേട്ടാ, ഞാനിതൊക്കെ നീലുവിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. എന്നാലല്ലേ ചേട്ടൻ ദേഷ്യം വന്ന് ഇവളെ പിടികൂടി കൊല്ലൂ. നീലുവിനെ കൊല്ലാൻ വേണ്ടി നീ എന്റെ കുഞ്ഞിന്റെ ജീവൻ ഭീഷണിയിലാക്കി. ബോലയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. അവൻ മണ്ടുവിനെ കയറുകൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ട് അവന്റെ നെറ്റിയിൽ അതേ പൗഡർ തേച്ചു കൊടുത്തു. അയ്യോ ദൈവമേ, എന്നെ വെറുതെ വിടൂ. എന്റെ ദേഹം നന്നായി വേദനിക്കുന്നു ചേട്ടാ. ഇപ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്റെ കുട്ടിയും എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകുമെന്ന്? നീലു, നീ എന്റെ കൂടെ വാ, കാട്ടിലേക്ക് പോകാം. കാട്ടിൽ പോയി ബോല എല്ലാ പക്ഷികളെയും വലയിൽ നിന്നും അഴിച്ചുവിട്ടു. എന്നോട് ക്ഷമിക്കൂ പക്ഷികളെ. നീലു, നിനക്ക് ഒരുപാട് നന്ദി. നീയാണ് എന്റെ മകന്റെ അസുഖം മാറ്റിയത്. അവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ബോല വേട്ടക്കാര, നിങ്ങളും നല്ലവനാ. ബോല അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവന്റെ കുഞ്ഞിനെ അവൻ മടിയിൽ വെച്ച് താലോലിച്ചു. ബോല ചേട്ടാ, എന്നെ അഴിച്ചുവിടൂ. എനിക്ക് തീരെ വയ്യ. 2 ദിവസം കഴിയാതെ അഴിച്ചുവിടില്ല ഞാൻ. മണ്ടു കരയുന്ന ശബ്ദവും അവന്റെ വീടിന്റെ വെളിയിൽ വരെ മുഴങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ബോല സന്തോഷത്തിൽ മകനോടൊപ്പം കളിക്കുന്നുണ്ടായിരുന്നു.